Emirates guys, ഇത് ഷഹാമയിലുള്ള സൂയിലാണ് ഞങ്ങളിപ്പോൾ ഷഹാമയിൽ സൂയിലാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് സിറ്റിയിൽ നിന്ന്, നമ്മുടെ അബുദാബി സിറ്റിയിൽ നിന്ന് ഏകദേശം 39 കിലോമീറ്റർ. നമുക്ക് യാസ് റൂട്ട് വഴിയും വരാം, E11 വഴിയും വരാം, E11 റൂട്ട് വഴിയും വരാം. 39 കിലോമീറ്റർ. നമുക്കിവിടെ പാർക്കിങ് എല്ലാം അകത്ത് നമുക്ക് കിട്ടും. വളരെ നല്ല പാർക്കിംഗ് സെക്ഷൻ എല്ലാം നല്ലതാണ്. പിന്നെ ഇവിടെ വന്നുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളെല്ലാം നമുക്ക് അടുത്ത് കാണാൻ പറ്റും. നടന്നധികം നമുക്ക് ബുദ്ധിമുട്ടേണ്ട വരത്തില്ല. അധികം വെയിലില്ല, തണലൊക്കെ ഉള്ള ഏരിയ ആയതുകൊണ്ട് നമുക്ക് വെയിലൊന്നും അധികം കിട്ടത്തില്ല. പിന്നെ ക്ലൈമറ്റ്, ഇതിനകത്തെ ക്ലൈമറ്റ് ഒരു പ്രത്യേക ക്ലൈമറ്റാണ്. നമ്മൾ ഈ പക്ഷികളെയൊക്കെ തുറന്നു വിട്ടേക്കുന്നു. പക്ഷികളൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുക. നമ്മൾ ഈ വനത്തിലൊക്കെ പോകണമെന്ന് തോന്നും. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ മയിൽ, അതൊക്കെ നമ്മൾ അടുത്ത് വരെ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ അടുത്ത് കൂടെ ഒക്കെ നടക്കുക. ഒന്നും പേടിയില്ല, മൃഗങ്ങൾക്കൊന്നും പേടിയില്ല. പിന്നെ അതേപോലെ ഇപ്പോൾ ഈ ഒട്ടകപ്പക്ഷി, ഒട്ടകം, കഴുത, കുതിര, ഇതിനൊന്നും പേടിയില്ല. നമ്മുടെ അടുത്തോട്ട് തന്നെ വരിക. നമ്മളെല്ലാവരെയും ഭക്ഷണം കിട്ടുന്നുള്ള രീതിയിലെല്ലാം വരുന്നത്. പക്ഷേ ഭക്ഷണമൊന്നും എല്ലാവരും കൊടുക്കത്തില്ല. പക്ഷേ ചിലർക്ക് അതിന് പ്രത്യേകം കാശ്. അതിന് 25 dirhams 30 dirhams കൊടുക്കണം. 35 dirhams അതിന് എൻട്രി ഫീസ് കൊടുത്ത്. പക്ഷെ കൊള്ളാം. ചെറുതാണെങ്കിലും കുറച്ച് മൃഗങ്ങളെ ഉള്ളെങ്കിലും ഉള്ളതെല്ലാം നല്ല വൃത്തിയാണ്. കാരണം ഫോറിനേഴ്സാണ് നടത്തുന്നത്, ഓസ്ട്രേലിയക്കാരാണ് നടത്തുന്നത്. അതിൻ്റെ ഒരു ക്വാളിറ്റി ഇവിടെ ഉണ്ട്. അതിനൊക്കെ എന്താ പറയാനുള്ളത്? പറഞ്ഞു ഷഹാമ എമിറേറ്റ്സ് സൂവിനെ പറ്റി എനിക്ക് എന്താ പറയാനുള്ളത്? ഷഹാമ എമിറേറ്റ്സ് നല്ല ഒരു ഫാമിലി ഡെസ്റ്റിനേഷനാണ്. അബുദാബിയിൽ അവിടെ എവിടെ നോക്കിയാലും നമ്മൾ വണ്ടികളുടെ സൗണ്ടും ബഹളവും മാത്രമേ കേൾക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ പക്ഷികളുടെ നല്ല സൗണ്ട് കേൾക്കാം. പക്ഷികളുടെ ആ ഒരു ഫീൽ, നല്ല നേച്ചറിൻ്റെ ആ ഫീൽ അനുഭവിക്കാം. ഒരു നല്ലൊരു ഫാമിലി ഡെസ്റ്റിനേഷനാണ്. വീക്കെൻഡിൽ നമുക്ക് ജസ്റ്റ് പിള്ളേരുള്ളവർക്ക് എസ്പെഷ്യലി മൃഗങ്ങളെ കാണിക്കാം. അത് എസ്പെഷ്യലി ഈ സീസണിൽ, ഈ വിൻ്റർ സീസണിൽ നല്ല ഒരു ക്ലൈമറ്റാണ്. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കേൾക്കാം പക്ഷികളുടെ ബഹളം. സോ ഇറ്റ്സ് എ ഗുഡ് പ്ലേസ്. മേടിച്ചോ? എത്ര പറഞ്ഞു അവർ വില? എന്നാ ചോദിച്ചവർ? അങ്ങനെ ഞങ്ങൾ എമിറേറ്റ്സ് പാർക്സിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് കയറി സുഖമൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്ക് ടിക്കറ്റ് എടുത്തു. എത്രയായിട്ട് ടിക്കറ്റിന്? എത്രയായി?
105. അതിനകത്ത് സ്പെഷ്യൽ ആക്ടിവിറ്റികളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. നാട്ടിലൊന്നുമില്ല. ഒരുമാതിരി മണൽ കെട്ടി വെച്ചേക്കുന്ന മണൽ ചാക്ക് പോലുള്ള ആമകളാണ് ജീവൻ. മയിലിനടുത്ത് നാട്ടിൽ കാണുന്ന സാധാ അരയന്നം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. വളരെ രസമുണ്ട് കാണാൻ. അവിടെ മയിൽ നിൽക്കൊണ്ട് മയിലിന് ഒരു പേടിയില്ലാത്ത മാതിരി. കടിക്കാനുള്ള പരിപാടിയാണോ എന്നൊരു സംശയമില്ലാതില്ല. ഈ അരയനെ പോയിച്ചവരെന്നെ കടിച്ചിട്ടുള്ള രീതിയിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ കടിക്കാം. കടിക്കരുതേ എന്നുണ്ട്. പേടിയുമില്ല, ഭയവും ഇല്ല. ചിലപ്പോൾ അത് കൊട്ടം കിട്ടിയതിരിക്കും, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും മലയിലൊക്കെ കാണുന്ന വലിയ മലകളൊക്കെ അവിടൊക്കെ ജീവിക്കുന്നുള്ള ടൈപ്പ് ആടുകളെ കിട്ടും. വളരെ മനോഹരമായ ആടുകൾ. ശരി മുയലിനാണല്ലോ. നാട്ടിലെ മലയുടെ പന്നീരയാണ് വേലികളാണ്.
സംഭവം നാട്ടിൽ പന്നീര് കാണുന്നുണ്ട്. ഇതാണ് സംഗതി. ഇതാണ് കൊത്തു. സൗത്ത് ആഫ്രിക്കൻ സാധനമാണ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ഒറിജിനുള്ള സാധനമാണ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്ന് കിടക്കും പാവങ്ങൾ. നടന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് നമുക്ക് സിംഹങ്ങളെ കാണാൻ പോകാം. സിംഹങ്ങളെ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. മെയിൻ ആൾക്കാരെ കാണണ്ടേ? മെയിൻ ആൾക്കാരെയല്ലേ നമുക്ക് ആദ്യമേ കാണണ്ടേ? എന്താണെങ്കിലും നല്ല രീതിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഓരോ മൃഗങ്ങൾ, പക്ഷികളുടെ ഏരിയയാണ്. പക്ഷികളുടെ ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ മൃഗങ്ങളെ കാണാൻ പറ്റും. സദേൺ ഗ്രൗണ്ട് ഹോർൺബോൾ സംഗതി വലിയ ചെറിയ മുയലുകളെ, അങ്ങനെയുള്ള ഈ ചെറിയ എലികളെ, അതിനെയൊക്കെ അത് കഴിക്കുന്നത്. കൊമ്പിൻ്റെ വലിപ്പം കണ്ടോ? ഭയങ്കര വലിയ കൊമ്പാണ്. പല പല നിറമുള്ളതൊക്കെ എല്ലാം ഉണ്ട്. ഏതൊക്കെ തരം തത്തകളെ കാണും. ഏതാ? നിങ്ങളെല്ലാം ക്രോസ് ചെയ്ത പാരറ്റുകളാണ്. ക്രോസിങ് വന്ന പാരറ്റുകൾ. പച്ച നിറം മാത്രമല്ല, പല പല മനോഹരമായ കളറുകളുള്ള പാരറ്റുകളാണ്. വെള്ളക്കളം പോലത്തെ കറച്ചിൽ വെക്കും. പിടിച്ചിരിക്കുമോ? ആടുകളാണ് നമ്മുടെ നാട്ടിലെ പോലത്തെ അല്ല ഇത്. വേറെ ഏതോ ഫോറിൻ ആടുകളാണ്. പക്ഷിയെ ഓടിപ്പിച്ചത് കണ്ടോ? നമ്മുടെ നാട്ടിലെ കോഴികളെ പോലെയൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ഏതോ ഫോറിൻ ടൈപ്പ് കോഴികളാണ്. ഫോറിൻ ടൈപ്പ് കോഴികൾ. ഇത് സെപ്പറേറ്റ് ചിക്കൻ. ഇത് നമ്മുടെ നാട്ടിലെ തനിനാടൻ കോഴികളാണിത്. നമ്മുടെ നാട്ടിലെ മലയാളി കൊച്ചിയിൽ നിന്ന് കൊണ്ടുവന്ന കോഴികളാണിത്. കൊച്ചിയിൽ നിന്ന് കൊണ്ടുവന്ന കോഴികളെ കണ്ടോ? കൊച്ചിയിൽ നിന്ന് കൊണ്ടുവന്ന കോഴികളാണ് ഇതെല്ലാം. കണ്ടില്ലേ? കൊച്ചിൻ ചിക്കൻ. പക്ഷെ ഒറിജിൻ ചൈനയാണ് കാണിക്കുന്നതെങ്കിലും കൊച്ചിൻ ചിക്കനാണ് കാണിക്കുന്നത്. പാവൻ ചെമ്പരിയാടുകൾ ക്ഷീണിച്ചുറങ്ങുന്നു. നേക്കഡ് നെക്ക് ചിക്കൻ. കഴുത്തില്ലേ? പാവത്തിന് കഴുത്തിന് രോമമില്ല. വെട്ടിയേക്കുമായിരുന്നു. കഷണ്ടിയായിരുന്നു. വളരെ ദയനീയമായി ഊഷാൻ താടിയും വെച്ചോണ്ട് നിൽക്കുക അല്ലേ? എന്താ ഇഷ്ടപ്പെട്ടില്ലേ? എന്തെങ്കിലും നോക്കുന്നത് സാറേ, എന്തെങ്കിലും ഒന്നും ഇല്ല കഴിക്കാൻ, ക്ഷമിക്കണം. ബൈ. കുരങ്ങുകൾ രണ്ടുപേരും തമ്മിൽ പ്രണയിക്കുന്നത് കണ്ടോ? രണ്ട് കുരങ്ങുകൾ തമ്മിൽ പ്രണയിക്കുന്നത് കണ്ടോ? പാവത്തിൻ്റെ പേനൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവർ തന്നെ സെയിം കുരങ്ങ്.
പേനൊക്കെ എടുത്ത് തിന്നുന്നു. എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഹലോ. പുതിയ ഇനം കുരങ്ങുകളാണ്. പുതിയ ഇനം കുരങ്ങുകൾ. അങ്ങനെ നടന്നു നടന്നൊരു പരുവായി. ഇനിയിപ്പം വൈൽഡ് ആനിമൽസിനെ കാണാൻ പോവുകയാണ്. പക്ഷികളുടെയൊക്കെ ഭാഗങ്ങൾ കഴിഞ്ഞു. ഓ മൈ ഗാഡ്. ഓ പക്ഷി ഓസ്ട്രിച്ച് ഇരിക്കുന്നു. ഓസ്ട്രിച്ചിനെ കാണണമെങ്കിൽ കണ്ടോളൂ. വരുവാ ആ വരുവാ. കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. കടുവ ഗൈസ് കടുവയെ കണ്ടോ? മൈ ഗാഡ്. വലിയ വട്ടിയിടയ്ക്ക് എത്രയേ ഉള്ളൂ. ഹൈനയൊക്കെ ഭയങ്കര ഉറക്കമാണ്. ക്ഷീണം കാരണം ഉറക്കമാണ്. ഈ ഒരു മുതലയോടെ കിടക്കുന്ന കണ്ടോ? പാവം ഉറങ്ങുമാണ്. കണ്ടോ ഗൈസ്? കണ്ടോ? കിടന്ന് ഉറങ്ങുന്ന കണ്ടോ? ആൾ സുഖം ഉറക്കമാണ്. ആഹാരമൊക്കെ കഴിച്ചിട്ടേ ഒരു ക്ഷീണത്തിൽ ഇങ്ങനെ ഉറങ്ങുവാണ്. ആൾ കല്ല് കിടക്കുന്ന പോലുണ്ട്. രണ്ടുപേരും ഇരുന്ന് തളർന്ന് രണ്ടുപേരും നടന്ന് തളർന്നിരിക്കുന്ന കണ്ടോ? എന്തു പറ്റി സാറിന്? നടന്ന് മരിച്ചോ? ആരെ വെയിറ്റ് ചെയ്താണ്? ഓക്കെ എന്നാ നടക്കാം. ഗൈസ് അടുത്ത് നമുക്ക് കഴുതകളെ കാണാം. കഴുതയെ കണ്ടിട്ടുണ്ടോ? ഡോങ്കി.
പരുതിൻ്റെ വേറൊരെണ്ണം കിൽറാഞ്ചി എന്നൊക്കെ പറയുന്ന സാധനത്തിനെ കെട്ടിയിട്ടേക്കുമല്ലോ പറന്നു പോകും. എൻ്റെ അടുത്ത ഇതിൻ്റെയൊക്കെ പേര് പോലും അറിയില്ല. വേറെ ഏതൊരു ടൈപ്പ് ഫാൽക്കണാണ്. പല ഇനം ഫാൽക്കണുകൾ ഇവിടെ ഒന്ന് കാണാം. കാല് കെട്ടിയിട്ടേക്കുവാണ്. മൂന്ന് അലർന്നുണ്ടോ? നമ്മുടെ നാട്ടിലെ ഇതൊരു ഈഗിളിൻ്റെ വർഗത്തിൽപ്പെട്ട സാധനമാണ്. ഹാരിസിൻ്റെ ബോക്സ്. ആക്ച്വലി ഞങ്ങൾക്ക് അബുദാബി ബോക്സിന് ടീമുണ്ട്.